കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി നമുക്ക് നഷ്ടമായി. വീട്ടുപറമ്പിലെത്തിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ മരിച്ചത് വൈശ്ശേരി സ്വദേശി മോഹനൻ. പതിവ് പോലെ ജനങ്ങൾ പ്രതിഷേധിച്ചു. അധികൃതർ പ്രശ്നപരിഹാരം വാഗ്ദാനം നൽകി. ജനങ്ങൾ അത് വിശ്വസിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചു. തുടരുന്ന കാട്ടാന ഭീതി ശാശ്വതമായി പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമാണോ? അബ്ദുൾ റഹീം ചേരും ജനങ്ങൾക്കും. മലയോര മേഖലയിൽ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പര്യാപ്തമാണോ? എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത്? കേട്ടുനോക്കാം. തീർച്ചയായിട്ടും പര്യാപ്തമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് ഇപ്പം ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 2 കുട്ടികളെ ആക്രമിച്ചു. അവർ ജീവൻ ആയുസ് കൊടുത്തതിൻ്റെ ഫലത്തിലായിരിക്കും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. പിന്നെ മോഹനൻ ചേട്ടൻ, ഞങ്ങളുടെ ഈ വൈശ്ശേരിയുടെ ഒരു കാവൽക്കാരനായിരുന്നു മോഹനൻ ചേട്ടൻ. ആൾക്ക് ഈ ദാരുണമായ അന്ത്യം വന്നത് ഉദ്യോഗസ്ഥന്മാരുടെ നേരെയുള്ള ഒരു അനാസ്ഥ തന്നെയാണ് അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം. നമ്മൾ വിളിച്ചാലും അവർ വരാനായിട്ടുള്ളൊരു അവർക്കതിന് എല്ലാവിടെ എത്തിപ്പെടാനുള്ള സ്റ്റാഫില്ല, അവിടെ ഫോറസ്റ്റുകാരില്ല. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം അടുപ്പിച്ച് എത്ര ദിവസമായി വരണേ? ആന വരാറുണ്ട്. ഇപ്പം ഭയങ്കര പേടിയും ഇതൊക്കെയാണ്. ഫോറസ്റ്റ് വാച്ചർമാരെ വെച്ചേക്കണത്. അപ്പം ആനേനെ ഓടിക്കാനായിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന പോയതിന് ശേഷമാണ് അവർ എത്തുന്നതാണെന്ന്. വളരെ മോശമാണ്, രൂക്ഷമാണ്. അതിനൊരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കണം. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. നിലവിൽ ഒരു പര്യാപ്തമല്ല. നിയമം കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുള്ളൂ. ആന ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് ഹർത്താൽ നടത്തിയത് കൊണ്ടോ ഒന്നുകൊണ്ട് ഒരു കാര്യം സാധാരണക്കാരനൊന്നും കിട്ടാൻ പോകുന്നില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പകൽ പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പകലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി കൊണ്ട് പോകാനോ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ആന ഇപ്പോൾ ഇവിടെ ദുരന്തം അനുഭവിച്ചിട്ട് 10 ദിവസത്തോളമായി. 3 ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ദുരന്തം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് യാതൊരു നടപടി. നമ്മളിപ്പോൾ നമ്മുടെ അവിടെ വീട്ടിലൊരു ആനേനെ വന്നിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ പോലും ഇല്ല. ഫോൺ വിളിച്ചറിയിച്ചാൽ പോലും അവർ വണ്ടിയിൽ ഡീസലില്ല അതില്ല എന്നും പറഞ്ഞിട്ട് മിക്കതും ഫോൺ എടുക്കില്ല. ഫോൺ എടുത്താലും അവർ വരാൻ തയ്യാറാവല് വളരെ വൈകിട്ടാണ്. ഫെൻസൊക്കെ ഇട്ടുണ്ട്. എന്നാലും ആന പുറത്താണ് ശരിക്കും. ഫെൻസ് അവിടെ ഇട്ടുണ്ട്, പിന്നെ അപ്പുറത്തിട്ടുണ്ട്, പുഴയുടെ സൈഡിലുണ്ട്. ആനയ്ക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. ആനകളൊക്കെ ഇപ്പോൾ നാട്ടിലാണ്. ഈ ആനകളെ ഓടിക്കാനായിട്ട് ഒരു RRT പ്രവർത്തകരെ കുറച്ച് പേരെ നിയമിച്ചായിരുന്നു. അപ്പോൾ അവർ കുറച്ച് പേര് ഒരു 5-8 മാസത്തോളം വർക്ക് ചെയ്തെങ്കിലും അവർക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് അവർ വർക്കിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുത്തിട്ടാണ് അവർ വർക്കിൽ നിന്ന് ഇറങ്ങണത് തന്നെ. അപ്പോൾ അവർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല. അതിനോടിയിരിക്കുന്ന പെട്രോൾ കാശ് അങ്ങനെ അതും കിട്ടിയിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രവർത്തനം അവിടെ നിർത്തുകയാണ് ചെയ്തത്. നിരന്തരം ഒരു കയറി ഇറങ്ങി ഇവിടെ മുഴുവൻ ഈ എന്താ പറയുന്നത്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒന്നാമത് ഇവിടെ ഈ എരുമമൂട്ടാരിയും ബാക്കിയുള്ളതൊക്കെ കാണുമ്പോൾ നമ്മൾ വാതിലടച്ചിട്ടിരിക്കും. രാത്രി ലൈറ്റ് കടത്തി വാതിലടച്ചിട്ട്. അപ്പോൾ ഇവർ കയറി വരണം. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ ചേച്ചി പറഞ്ഞ മാതിരി തന്നെ അവർ വന്നൊന്ന് നോക്കി എത്തിച്ച് പോവുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അയലക്കത്തൊക്കെ വാഴ വെച്ചൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ജീവിതം വഴി മുട്ടി നിൽക്കുക അല്ലേ ചേച്ചി? അതന്നെ ഒക്കെ ഇട്ടെറിഞ്ഞു പോയി. ആ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു ഇനിയിപ്പോൾ നമ്മുടെ പുതിയ സർക്കാർ വന്ന് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ദൈവം അനുഗ്രഹിച്ച് ഒരു മാനദണ്ഡം ഉണ്ടാക്കി തരികയാണെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു സംഗതിയിൽ കണക്ക് കൂട്ടണം. നമ്മളെ ഒരു പരിധി വരെയാണ് ഫോറസ്റ്റുകാർക്ക് ഒന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. അവരായാലും കൃത്യമായിട്ട് എത്താത്ത സാഹചര്യങ്ങളാണ് ഇന്ന് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യം അറിയാം. അവർ ഇതിന് മുന്നും വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോഴും അവരെത്താൻ വൈകി. അപ്പോൾ അവരുടെ അനാസ്ഥയുണ്ട്. നമ്മളെ അപേക്ഷിച്ച് ഇവിടെ ഉള്ളവരൊക്കെ സാധാരണക്കാരാണ്. ചെറിയ ജോലികൾ കൃഷി ചെയ്യുന്നവരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങൾ നാശാക്കുമ്പോൾ നമ്മളെന്തായാലും നോക്കി നിൽക്കില്ല. അപ്പോൾ അവരുടെ കൃഷീനെ അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതാണ്. അവിടെയാണ് അവരുടെ ഒരു ജീവിതം മുഴുവനും പോണത്. വന്യജീവികളെ ഭയപ്പെടാതെ സ്വന്തം വീടുകളിൽ സ്വസ്ഥമായി അന്തിയുറങ്ങാൻ വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് കൂടുതൽ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്നാണ് ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത്. അതിരപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.